1991 ഒക്ടോബർ 15 കോസ്മിക് കിരണങ്ങളിൽ നിന്നും ഒരു അജ്ഞാതമായ സബ്-അറ്റോമിക് കണികയെ യുറ്റാ മരുഭൂമിയിലെ ടെലിസ്കോപ്പുകൾ ഡിറ്റക്ട് ചെയ്തു. ഏകദേശം പ്രകാശ വേഗത്തിലായിരുന്നു അത് സഞ്ചരിച്ചിരുന്നത്. പ്രകാശത്തിനോടൊപ്പം ഇത് സഞ്ചരിക്കുകയാണെങ്കിൽ പ്രകാശത്തിന് ഇതിന്റെ 1 സെന്റിമീറ്റർ മുന്നിലെത്താൻ 2 ലക്ഷം വർഷങ്ങളിൽ കൂടുതൽ കാലമെടുക്കും. അത്രയേറെ വേഗത്തിലായിരുന്നു ഇത് സഞ്ചരിച്ചിരുന്നത്. അതിനാൽ തന്നെ ഇതിന്റെ ഊർജവും വളരെ വലുതായിരുന്നു. വേഗത്തിൽ എറിയുന്ന ഒരു ക്രിക്കറ്റ് ബോളിൽ ഉള്ളതിന്റെ അത്ര ഊർജം ഈ ഒരൊറ്റ കണികയിൽ ഉണ്ടായിരുന്നു. അത് കണ്ട് അതിശയിച്ചു പോയ ശാസ്ത്രജ്ഞർ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പേര് തന്നെ ഇതിന് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഇതിനെ ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഒരു ക്രിക്കറ്റ് ബോൾ എറിയുമ്പോഴുള്ളതിന്റെ അത്ര ഊർജം എന്നത് ഒരുപക്ഷെ വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലായിരിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഇത്രയും ഊർജം വെറും ഒരൊറ്റ സബ് അറ്റോമിക് കണികയിലുള്ളതാണ്. താരതമ്യേന പറയുകയാണെങ്കിൽ ഒരു ക്രിക്കറ്റ് ബോളിന്റെ അത്ര അളവിൽ ഓ മൈ ഗോഡ് പാർട്ടിക്കിൾസിനെ എടുത്താൽ അതിനൊരു സാധാരണ ആറ്റം ബോംബിന്റെ പല ദശലക്ഷക്കണക്കിന് മടങ്ങ് ശക്തിയുണ്ടായിരിക്കും. ഇതുവരെ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ശക്തമായ പാർട്ടിക്കിൾ നിലവിൽ ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ തന്നെ. എന്നാൽ ഓ മൈ ഗോഡ് പാർട്ടിക്കിളിന് സമാനമായ മറ്റൊരു പുതിയ പാർട്ടിക്കിളിനെ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം, അതായത് 2021 ഡിറ്റക്ട് ചെയ്തു. അമറ്ററാസു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഗോഡസ് പാർട്ടിക്കിൾ എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര്. OMG പാർട്ടിക്കിളിന് 320 എക്സാ ഇലക്ട്രോൺ വോൾട്സ് ശക്തിയുണ്ടായിരുന്നു. ഗോഡസ് പാർട്ടിക്കിളിന് 240 എക്സാ ഇലക്ട്രോൺ വോൾട്സ് ഉണ്ട്. എന്തായാലും ഇതിലെ വിചിത്രമായ കാര്യം എന്താണെന്നാൽ ഗോഡസ് പാർട്ടിക്കിൾ എവിടെ നിന്നും വന്നതാണെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് വന്നുവെന്ന് കരുതപ്പെടുന്ന സ്ഥലത്തിൽ ഇത്തരം ഒരു പവർഫുൾ ആയ കണികയെ നിർമ്മിക്കാൻ മാത്രം ശക്തമായ ഒരു വസ്തുവും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ലോക്കൽ വോയിഡ് എന്നറിയപ്പെടുന്ന ഏകദേശം ശൂന്യമായ ഒരു സ്ഥലമാണ് ഈ പാർട്ടിക്കിളിന്റെ ഉറവിടം. OMG പാർട്ടിക്കിളും ഇതുപോലൊരു വോയിഡിൽ നിന്നുമാണ് വന്നത്. അപ്പോൾ ഇത്തരം ഒരു സ്ഥലത്തിൽ നിന്നും ഇത്രയും ശക്തമായ ഒരു പാർട്ടിക്കിൾ എങ്ങനെയുണ്ടായി? നമുക്ക് നോക്കാം. ബഹിരാകാശത്തിൽ നിന്നും വരുന്ന ഹൈ എനർജിയുള്ള കണികകളാണ് കോസ്മിക് റേസ്. 1912 വിക്ടർ ഹെസ് എന്ന ഓസ്ട്രിയൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് കോസ്മിക് റേസിന്റെ നിലനിൽപ്പ് കണ്ടെത്തിയത്. റേഡിയേഷൻ എന്നത് ഭൂമിയിൽ മാത്രമുള്ള ഒന്നാണെന്നായിരുന്നു അതിനു മുൻപ് വരെ കരുതിയിരുന്നത്. കോസ്മിക് കിരണങ്ങളിൽ 90% പ്രോട്ടോൺസ് ആണ്, അതായത് ഹൈഡ്രജന്റെ ന്യൂക്ലിയായി. 10% ആൽഫ പാർട്ടിക്കിൾസ്, അതായത് ഹീലിയത്തിന്റെ ന്യൂക്ലിയസുകൾ. ബാക്കി 1% മാത്രമാണ് മറ്റ് കണികകൾ. മറ്റ് കണികകൾ എന്ന് പറയുമ്പോൾ അതിൽ ഇലക്ട്രോൺസും മറ്റ് ഹെവി എലമെന്റ്സും ഒക്കെ ഉണ്ടായിരിക്കും. കോസ്മിക് കിരണങ്ങൾ ഉണ്ടാകുന്ന പല സ്രോതസ്സുകളുമുണ്ട്. ചിലത് സൂര്യനിൽ നിന്നുമാണ് വരുന്നത്. അതിനേക്കാൾ ശക്തമായ ഊർജമുള്ള പാർട്ടിക്കിൾസ് ആണ് ഗാലക്റ്റിക് കോസ്മിക് റേസ്. ഇത്തരം കണികകൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലുള്ള വസ്തുക്കളിൽ നിന്നുമാണ് വരുന്നത്. സൂപ്പർനോവ, പൾസാർസ്, ബ്ലാക്ക് ഹോൾസ്, അങ്ങനെ ഗാലക്റ്റിക് കോസ്മിക് റേസ് പുറത്തുവിടുന്ന പല വസ്തുക്കളുമുണ്ട്. എന്നാൽ ഏറ്റവും ശക്തമായ കോസ്മിക് റേസ് വരുന്നത് എക്സ്ട്രാ ഗാലക്റ്റിക് സോഴ്സുകളിൽ നിന്നുമാണ്, അതായത് മിൽക്കി വേ ഗാലക്സിക്ക് പുറത്തു നിന്നും വരുന്നവ. ക്വാസാർട്സും സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾസും പോലെയുള്ള അതിതീവ്രമായ വസ്തുക്കളിൽ നിന്നുമാണ് ഇത്തരം കോസ്മിക് റേസ് വരുന്നത്. ഈ പാർട്ടിക്കിൾസിനെ ഹൈ എനർജി പാർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്. ഈ കോസ്മിക് റേസിന് സാധാരണ 10 ലക്ഷം ഇലക്ട്രോൺ വോൾട്സ് മുതൽ 50 എക്സാ ഇലക്ട്രോൺ വോൾട്സ് വരെ ശക്തിയുണ്ടായിരിക്കും. ഒരു എക്സാ ഇലക്ട്രോൺ വോൾട്ട് എന്നത് 1 ക്വിന്റിലിയൻ ഇലക്ട്രോൺ വോൾട്സ് ആണ്. എന്നുവെച്ചാൽ 1 ശേഷം 18 പൂജ്യങ്ങൾ. 200 എക്സാ വോൾട്സിന് മുകളിലുള്ള 2 പാർട്ടിക്കിൾസിനെ മാത്രമേ ഇതുവരേക്കും നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ. അവയാണ് അമറ്ററാസു പാർട്ടിക്കിളും OMG പാർട്ടിക്കിളും. അവിശ്വസനീയമായ ഊർജം കാരണം ഈ 2 പാർട്ടിക്കിൾസും ജ്യോതിശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ച പാർട്ടിക്കിൾസ് ആണ്. പക്ഷെ ഇത്രയും ശക്തമായ കോസ്മിക് റേസ് എവിടെ നിന്നുമാണ് വന്നത്? കോസ്മിക് കിരണങ്ങളുടെ ഉത്ഭവ സ്രോതസ് കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിന്റെ ഏറ്റവും പ്രധാന കാരണം ഈ കണികകൾക്ക് ഇലക്ട്രിക് ചാർജ് ഉണ്ടായിരിക്കും. ഈ ചാർജ് ഉള്ളതുകൊണ്ട് സ്പേസിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്പേസിലുള്ള പലവിധമായ ഇലക്ട്രിക് ഫീൽഡുകളും മാഗ്നറ്റിക് ഫീൽഡുകളും ഈ കണികകളെ പലപ്പോഴും സഞ്ചാരപഥത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാറുണ്ട്. എന്നാൽ അമറ്ററാസുവിന്റെ കാര്യത്തിൽ അതിന് അത്യധികം ഊർജമുള്ളതിനാൽ ഈ മാഗ്നറ്റിക് ഫീൽഡുകളും ഇലക്ട്രിക് ഫീൽഡുകളും ഒന്നും അതിന്റെ സഞ്ചാരപഥത്തിനെ വലിയ രീതിയിൽ വ്യതിചലിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇത് എവിടെ നിന്നും വന്നുവെന്ന് കണ്ടെത്താൻ സാധാരണഗതിയിൽ നിന്നും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്നാൽ GZK ലിമിറ്റ് എന്നൊരു ഘടകമുണ്ട്. അതിവേഗത്തിൽ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഹൈ എനർജി പാർട്ടിക്കിൾസിന്റെ വേഗപരിധി നിശ്ചയിക്കുന്ന ഒരു ഘടകമാണ് GZK ലിമിറ്റ്. അതായത് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഹൈ എനർജി പാർട്ടിക്കിൾസ് ബഹിരാകാശത്തിലൂടെ പായുന്നതിനിടയിൽ ബഹിരാകാശത്തിലുള്ള പ്രകാശ കണികകളുമായിട്ട് കൂട്ടിമുട്ടാറുണ്ട്.
അങ്ങനെ കൂട്ടിയിടിക്കുന്ന സമയത്തിൽ ഈ കോസ്മിക് കിരണങ്ങളുടെ വേഗതയും കുറയും. വേഗത കുറയുന്നതിനോടൊപ്പം അതിന്റെ ഊർജവും കുറയും. ഊർജം കുറഞ്ഞ പാർട്ടിക്കിൾസിലാണെങ്കിൽ ഈ പ്രശ്നമുണ്ടാകില്ല. ഒരു പരിധിക്കും അപ്പുറം ഊർജമുള്ള പാർട്ടിക്കിൾസിനാണ് ഈ കുഴപ്പമുള്ളത്. ആ പരിധിയാണ്, അതായത് ഒരു ഹൈ എനർജി പാർട്ടിക്കിളിന് അതിന്റെ ഊർജം കുറയാതെ അല്ലെങ്കിൽ പ്രകാശകിരണങ്ങളുമായിട്ട് കൂട്ടിയിടിക്കാതെ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി ഊർജമാണ് GZK ലിമിറ്റ്. ഒരു പ്രോട്ടോണിന്റെ കാര്യത്തിൽ ഈ GZK ലിമിറ്റ് എന്നത് 50 എക്സാ ഇലക്ട്രോൺ വോൾട്സ് ആണ്. അതായത് ഒരു പ്രോട്ടോണിന്റെ ഊർജം 50 എക്സാ ഇലക്ട്രോൺ വോൾട്സിന് മുകളിലാണെങ്കിൽ അത് ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ പ്രകാശകിരണങ്ങളുമായിട്ട് കൂട്ടിയിടിക്കും. പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ 50 എക്സാ ഇലക്ട്രോൺ വോൾട്സിന് മുകളിലുള്ള പ്രോട്ടോൺസിന് അതിന്റെ ഊർജം വലിയ രീതിയിൽ കുറയാതെ സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി ദൂരം എന്നത് ഏകദേശം 16 കോടി പ്രകാശവർഷമാണ്. 16 കോടി പ്രകാശവർഷം എന്നത് വളരെ വലിയൊരു ദൂരമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ പ്രപഞ്ചത്തിന്റെ വലിപ്പം വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ നിസ്സാരമായ ഒരു ദൂരമാണ്. എന്തായാലും ഗോഡസ് പാർട്ടിക്കിളിന്റെ ഊർജം 240 എക്സാ ഇലക്ട്രോൺ വോൾട്സ് ആയതിനാൽ ഒരുപക്ഷെ അത് 16 കോടി പ്രകാശവർഷങ്ങൾക്കുള്ളിൽ നിന്നും വന്നതായിരിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ ആദ്യം കരുതിയത്. എന്നാൽ അതിലൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ലോകത്തിലുള്ള വിവിധ ഒബ്സർവേറ്ററുകളിലൂടെ ഗോഡസ് പാർട്ടിക്കിളിനെ പുറത്തുവിട്ട വസ്തുവിനെ തിരയാൻ തുടങ്ങി. ഹൈ എനർജി പാർട്ടിക്കിൾസ് പുറത്തുവിടുന്ന നിരവധി വസ്തുക്കളെ 16 കോടി പ്രകാശവർഷങ്ങൾക്കുള്ളിൽ നിന്നും ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തി. പക്ഷെ അതിലൊരു വസ്തുവിനും ഇത്രയും ഊർജമുള്ള പാർട്ടിക്കിൾസിനെ പുറത്തുവിടാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും തീവ്രമായ വിസ്ഫോടനങ്ങളാണ് സൂപ്പർനോവകളും ഹൈപ്പർനോവകളും കിലോനോവകളും. എന്നാൽ ഈ വിസ്ഫോടനങ്ങൾക്ക് പോലും ഇത്രയും എനർജറ്റിക് ആയ പാർട്ടിക്കിൾസിനെ പുറത്തുവിടാനാകില്ല. അങ്ങനെ ഗോഡസ് പാർട്ടിക്കിളിന്റെ ഉറവിടം എവിടെയാണെന്ന് തേടി ഒടുവിൽ ലോക്കൽ വോയിഡ് എന്ന സ്ഥലത്തിലാണ് ജ്യോതിശാസ്ത്രജ്ഞർ എത്തിയത്. ലോക്കൽ വോയിഡ് എന്നത് ബഹിരാകാശത്തിൽ ഏകദേശം ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം 50 കോടി പ്രകാശവർഷങ്ങൾ മുതൽ 97 കോടി പ്രകാശവർഷത്തോളമാണ് ലോക്കൽ വോയിഡിന്റെ വ്യാസം. ശൂന്യമാണെന്ന് പറയുന്നെങ്കിലും അത് ശരിക്കും പ്രപഞ്ചത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് പറയുന്നതാണ്. അല്ലാതെ ശരിക്കും അവിടെ ശൂന്യത മാത്രമല്ല ഉള്ളത്, മറിച്ച് അവിടെ ഗാലക്സികളുടെ എണ്ണം കുറവാണ്. യഥാർത്ഥത്തിൽ ഈ ലോക്കൽ വോയിഡിനുള്ളിലാണ് നമ്മുടെ മിൽക്കി വേയും നിലനിൽക്കുന്നത്. എന്തായാലും ഈ ലോക്കൽ വോയിഡിനുള്ളിലും ഗോഡസ് പാർട്ടിക്കിളിനെ പോലെ ശക്തമായ പാർട്ടിക്കിൾസ് പുറത്തുവിടാൻ കഴിയുന്ന വസ്തുക്കളെ എത്ര തിരഞ്ഞിട്ടും കണ്ടെത്താനായില്ല. ഇതാണ് ഗോഡസ് പാർട്ടിക്കിളിനെ നിഗൂഢമാക്കുന്നത്. ഒരുപക്ഷെ ഈ പാർട്ടിക്കിൾ മിൽക്കി വേയിൽ നിന്നും തന്നെ വന്നതായിരിക്കുമെന്ന് സംശയിക്കാമായിരുന്നു. പക്ഷേ അത്രയും തീവ്രമായ വസ്തുക്കൾ മിൽക്കി വേയിലില്ല എന്നത് തീർച്ചയാണ്. കാരണം അത്രയും തീവ്ര വസ്തു മിൽക്കി വേയിൽ ഉണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ടെലിസ്കോപ്പുകൾക്ക് അത് കണ്ടെത്താൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് ഗോഡസ് പാർട്ടിക്കിൾ മിൽക്കി വേയിൽ നിന്നും തന്നെ വന്നതായിരിക്കുമെന്ന സംശയം ആദ്യമേ തന്നെ ജ്യോതിശാസ്ത്രജ്ഞർ തള്ളിക്കളഞ്ഞിരുന്നു. മിൽക്കി വേയിലുള്ള വസ്തുക്കൾക്ക് പരമാവധി 0.1 എക്സാ ഇലക്ട്രോൺ വോൾട്സ് മുതൽ 10 എക്സാ ഇലക്ട്രോൺ വോൾട്സ് വരെയുള്ള പാർട്ടിക്കിൾസിനെ മാത്രമേ പുറത്തുവിടാൻ കഴിയൂ. എന്നാൽ 100 കണക്കിന് എക്സാ ഇലക്ട്രോൺ വോൾട്സ് ഉള്ള പാർട്ടിക്കിൾസിനെ പുറത്തുവിടണമെങ്കിൽ തികച്ചും അസാധാരണമായ ഉഗ്ര പ്രതിഭാസങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വസ്തുവിന് അതിതീവ്രമായ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും. അത്തരമൊരു വസ്തുവിനെ നിലവിൽ എന്തായാലും മിൽക്കി വേയിൽ കണ്ടെത്തിയിട്ടില്ല. അങ്ങനൊരു വസ്തു നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടായിരിക്കാനും സാധ്യത തീരെ കുറവാണ്. അപ്പോൾ പിന്നെ ഇതെവിടെ നിന്നും വന്നതായിരിക്കും? നിലവിൽ ഗോഡസ് പാർട്ടിക്കിളിന് പിന്നിൽ പ്രധാനമായും 4 സിദ്ധാന്തങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ തീവ്രമായ ഒരു വസ്തു എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. അതിൽ നിന്നുമായിരിക്കും ഈ പാർട്ടിക്കിൾ വന്നത്. അത് മിൽക്കി വേയിലായിരിക്കില്ല, മറിച്ച് ഒരുപാട് അകലെയുള്ള മറ്റേതെങ്കിലും ഗാലക്സിയിൽ ഉള്ളതായിരിക്കും. അതൊരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള നക്ഷത്രങ്ങളെക്കാൾ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡുള്ള വളരെ വിചിത്രമായ ഒരു എക്സോട്ടിക് നക്ഷത്രമായിരിക്കാം. രണ്ടാമത്തേത്, ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരുതരം വലിയ പാർട്ടിക്കിൾസ് പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കും. ഈ പാർട്ടിക്കിൾസിന് ഡീകേ സംഭവിക്കുമ്പോൾ, അതായത് രൂപമാറ്റം സംഭവിക്കുമ്പോൾ അതിൽ നിന്നുമായിരിക്കും ഗോഡസ് പാർട്ടിക്കിളിനെ പോലെ ശക്തമായ പാർട്ടിക്കിൾസ് വമിക്കുന്നത്. അതൊരുപക്ഷെ ഡാർക്ക് മാറ്ററിന്റെ പാർട്ടിക്കിൾസും ആയിരിക്കാം. മൂന്നാമത്തേത്, ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന GZK ലിമിറ്റ് ചിലപ്പോൾ തെറ്റായിരിക്കാം. അതായത് ഒന്നുകിൽ 100 കണക്കിന് എക്സാ ഇലക്ട്രോൺ വോൾട്സ് ഉള്ള പാർട്ടിക്കിൾസിന് പ്രകാശകിരണങ്ങളുമായിട്ട് കൂട്ടിയിടിക്കാതെ കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ സഞ്ചരിക്കാൻ കഴിയുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ കൂട്ടിയിടിക്കാതെ സഞ്ചരിക്കാൻ കഴിയുന്ന നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്തെങ്കിലും മാർഗമുണ്ടായിരിക്കും. അവസാനത്തെ സിദ്ധാന്തം, ഒരുപക്ഷെ ഇത് ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും ന്യൂക്ലിയസിന് പകരം ചിലപ്പോൾ അയണിന്റെ ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ അതിന്റെ മാസ് കൂടുതലായതിനാൽ ഇവയുടെ GZK ലിമിറ്റും ഒരുപാട് കൂടുതലായിരിക്കും. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകൾ കാരണം ഇത് കൂടുതലായിട്ട് സഞ്ചാരപഥത്തിൽ നിന്നും വ്യതിചലിക്കുകയുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ചിലപ്പോൾ ലോക്കൽ വോയിഡിൽ നിന്നും വന്നതുപോലും ആയിരിക്കില്ല.
എന്തായാലും ഈ 4 സിദ്ധാന്തങ്ങളിൽ അവസാനം പറഞ്ഞ 2 എണ്ണമായിരിക്കും ശരിയായിരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതെന്നാണ് നിലവിൽ ജ്യോതിശാസ്ത്രജ്ഞർ കരുതുന്നത്. എന്തു തന്നെയാണെങ്കിലും പ്രപഞ്ചത്തിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇത്തരം ഹൈ എനർജി പാർട്ടിക്കിൾസിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.